ഈ സംക്ഷിപ്തം NDAക്കൊപ്പം എന്നാണ് നിലവിൽ പോസ്റ്റൽ ബാലറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം 60 സീറ്റ് 72 സീറ്റിലേക്ക് 72 NDA 43 മഹാഗഡ്ബന്ധൻ എന്നൊരു ഗ്രാഫാണ് നമ്മൾ കാണുന്നത്. അതിനൊപ്പം തന്നെ ഈ ജൻസുരാജ് പാർട്ടിയും അവിടെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് സർവീസ് വോട്ടുകളിൽ, പോസ്റ്റൽ ബാലറ്റ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയിപ്പോ കാത്തിരിപ്പ് EVM വരാൻ വേണ്ടിയിട്ടാണ്. കാത്തിരിക്കുന്നത്. എന്തായാലും കടുത്ത മത്സരമാണ് അവിടെ. മഹാഗഡ്ബന്ധൻ 10 വർഷത്തോളം അധികാരത്തിലിരിക്കുന്ന, ഇടയ്ക്കൊന്ന് മാത്രം അധികാരത്തിലെത്തിയ മഹാഗഡ്ബന്ധൻ, അവിടെ മഹാസഖ്യം NDAയോട് കാഴ്ചവെക്കുന്നത് 72-43 എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഫയറായി കഴിഞ്ഞിരിക്കുന്നു NDA. പക്ഷേ ആ ഫയറിനെ ഊതിക്കെടുത്താൻ മഹാസഖ്യത്തിന് സാധിക്കുമെന്നാണ് അവരുടെ അനുയായികളെല്ലാം തന്നെ പറയുന്നത്. കാത്തിരുന്ന് അറിയേണ്ടതാണ്. 72-44-5 പക്ഷേ കറുത്ത കുതിരയാകും എന്ന് പറഞ്ഞ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് അഞ്ചിൽ എത്ര പേരുണ്ട് നമുക്കറിയില്ല. പക്ഷേ 5 ഒതുങ്ങിയിരിക്കുന്നു അതേഴ്സ്. പക്ഷേ എങ്കിലും അതൊരു നേട്ടമാണ് ബിനിൽ പോത്തൻ. കാരണം ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവര് മറ്റുള്ളവർക്കൊപ്പം അവിടെ ലീഡ് ചെയ്തത് പോസ്റ്റൽ ബാലറ്റ്. നമുക്ക് EVM എണ്ണി തുടങ്ങിയിട്ടില്ല. അതിന് മുൻപ് തന്നെ പോസ്റ്റൽ ബാലറ്റ് ഒന്ന് പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. വലിയ കാര്യം തന്നെയാണത്. എന്താ ഇത് പ്രശ്നമുണ്ടോ? ഇല്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിലൊരു പ്രശ്നം നിലനിൽക്കുന്നത് അവർ പൊട്ടിക്കുന്ന വോട്ട് എവിടെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാണ്. അതെ, എവിടെ നിന്നാണ് അവർ ആ വോട്ട് പൊട്ടിച്ചെടുക്കുന്നത്, ഏത് ബാങ്കിലേക്കാണ് അവർ കടന്നു കയറാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 74-45 ഇപ്പോ നിലവിൽ 74-45 അത് സഞ്ച് എന്നുള്ള നിലയിലാണ്. ലിജോ 74-45 തീർച്ചയായും 45-74 എന്ന നിലയിലേക്ക് ഇപ്പോൾ സീറ്റ് നില, ലീഡ് നില വ്യത്യാസം വന്നിരിക്കുന്നു. NDA 74 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. 45 സീറ്റുകളിലേക്ക് മഹാസഖ്യം അവരുടെ ലീഡ് നില ഉയർത്തുന്നു ഈ ഘട്ടത്തിൽ. അതായത് 46 എന്ന നിലയ്ക്ക് വീണ്ടും സീറ്റ് നില ഉയർന്നു. അതായത് അവരും 50 അടിക്കാൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ തവണത്തതുപോലെ തന്നെ വളരെ ശക്തമായൊരു മത്സരം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RJD വലിയ തരത്തിൽ ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. BJPക്കും RJDയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 75 സീറ്റുകൾ എന്ന നിലയിലേക്ക് കഴിഞ്ഞ തവണ RJD എത്തിയിരുന്നു. BJP 73 എന്നായിരുന്നു. ഇത്തവണ അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. JDUവും കോൺഗ്രസുമാണ് താഴേക്ക് വരുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ട ഫലസൂചനകൾ തരുന്നത്. അതായത് അവിടെ മറ്റൊരു കാര്യം, സീമാഞ്ചൽ മേഖലകളിലൊക്കെ വളരെ കുറഞ്ഞ സീറ്റുകളാണ് എണ്ണി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും NDAക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മേഖലകളിലെ സീറ്റ് നിലകളുടെ ആ മേഖലകളിലെ സീറ്റുകളുടെ പൂർണ്ണമായ കണക്കുകൾ വന്നു തുടങ്ങിയിട്ടില്ല. കാരണം അവിടെയൊക്കെ വളരെ കുറഞ്ഞ സീറ്റുകളാണ് എണ്ണി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും NDAക്ക് മഹാസഖ്യത്തിന് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ എണ്ണാനുണ്ട് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ആ ലീഡ് നില മാറി മറിഞ്ഞേക്കും. ഇപ്പോൾ 73-48 എന്നതിലാണ് കാര്യങ്ങൾ. 50നോട് ഇന്ത്യ സഖ്യം അടുക്കുന്നത്. ആദ്യമായി NDAയുടെ സീറ്റ് നിലയിൽ ഒരു സീറ്റിന്റെ കുറവുണ്ടായി. ഇത്രയും നേരം NDAയുടെ സീറ്റ് നിലയിൽ ഒരു സീറ്റിന്റെ കുറവ് ഉണ്ടായി. എണ്ണം വരുമ്പോഴേക്കും അത് സ്വാഭാവികമായും മാറി. 8:34 EVM എണ്ണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ EVMകളുടെ ഫലം അല്പസമയത്തിലൊക്കെ തന്നെ വന്നു തുടങ്ങിയുള്ളൂ. പക്ഷേ EVMകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. EVMകളുടെ ആദ്യ ഫലങ്ങൾ വന്നു തുടങ്ങാൻ ഏകദേശം 8:35 ആകുമെന്നുള്ളതാണ്. 78-53 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. 78 സീറ്റുകളിലേക്ക് NDAയുടെ സീറ്റ് നില ഉയരുന്നു. 50 അടിച്ച മഹാസഖ്യം 53 സീറ്റുകളിലേക്ക് മഹാസഖ്യം അവരുടെ സീറ്റ് നില ഉയർത്തുന്നു. മഹാസഖ്യത്തെ സംബന്ധിച്ച് 53 കിട്ടി. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാം അല്ലേ? മത്സരം തീർച്ചയായും മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്. അതായത് സീമാഞ്ചൽ മേഖലയിലടക്കം വളരെ കുറഞ്ഞ സീറ്റുകളുടെ ഫലങ്ങളാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. മഹാസഖ്യത്തിന് ലീഡ് ഉയർത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ സീറ്റുകളുടെ ഫലം വന്നു തുടങ്ങുമ്പോഴാണ് 78-53 എന്നുള്ള ലീഡ് നിലയുള്ളത്. അപ്പോൾ മഹാസഖ്യത്തിന് ഇപ്പോഴും വലിയ പ്രതീക്ഷകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ആ മേഖലകളിൽ ഈ ജൻസുരാജ് പാർട്ടി അടക്കം എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളത് മഹാസഖ്യത്തിന് തിരിച്ചടിയാകുമോ എന്ന് കണ്ടാൽ മതി. കോൺഗ്രസ് RJDയും എത്ര ഇടങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്? 57 RJDയും കോൺഗ്രസും 81-57 കണക്കുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. മാറി. അതെ. EVM എണ്ണി തുടങ്ങിയപ്പോൾ വളരെ വേഗത്തിലാണ് സീറ്റ് നിലയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. 81-57 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 57 ശരി. അതെ, അവിടെ നിൽക്കാണ്. അതായത് പ്രശാന്ത് കിഷോർ ഏതാണ്ട് അവിടെ നിന്നു.